ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചങ്ങനാശ്ശേരിയിൽ കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. NDAയുടെയും LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികൾ കരുത്തരാണെങ്കിലും ഈ പ്രാവശ്യം NDAയുടെ സ്ഥാനാർത്ഥി ശ്രീ രാധാകൃഷ്ണ മേനോൻ തന്നെയാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. നമ്മൾ ഈ മണ്ഡലത്തിന്റെ ഓരോ ഭാഗത്ത് ചെല്ലുമ്പോഴും നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നു. NDAയുടെ സ്ഥാനാർത്ഥിയായ രാധാകൃഷ്ണ മേനോൻ NSSുമായി നല്ല അടുപ്പത്തിലുള്ളതാണ്. NSSന്റെ കരുത്തരായ നേതാക്കന്മാരുടെയൊക്കെ എല്ലാം സന്തത സഹചാരി എന്ന് തന്നെ പറയാം. അത്തരത്തിൽ NSSന്റെ പ്രവർത്തനങ്ങളിലൊക്കെ നല്ല രീതിയിൽ മുഴുകുന്ന ഒരു വ്യക്തി കൂടിയാണ്. വളരെ വർഷക്കാലമായിട്ട് NSSന്റെ ആസ്ഥാനവുമായിട്ടും NSSന്റെ ചങ്ങനാശ്ശേരിയാണ് NSSന്റെ ആസ്ഥാനം. മന്നത്ത് പത്മനാഭന്റെ മണ്ണാണ്. ആ മണ്ണിലാണ് ഇന്നിപ്പോൾ കടുത്ത പോരാട്ടം നടക്കുന്നത്. അതേപോലെ തന്നെ SNDPയുടെ നേതാവായ SNDPയുടെ ജനറൽ സെക്രട്ടറിയായ ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യ ശ്രീ പ്രീതി നടേശനാണ് ഇവിടെ കൺവെൻഷനിൽ മുഖ്യ പ്രഭാഷണം നടത്താൻ വരികയും മുഖ്യ പ്രഭാഷണത്തിൽ ഊന്നി പറയുകയും ചെയ്തിരിക്കുന്നത് NDA വരണം, നരേന്ദ്രമോദി സർക്കാരിനോടൊപ്പം നിൽക്കുന്ന നരേന്ദ്രമോദിയുടെ സർക്കാരിനെ പിന്താങ്ങുന്ന ഏതൊരു രാഷ്ട്രീയ പാർട്ടിയാലും ഏതൊരു ഘടകകക്ഷിയാലും അവർക്ക് വോട്ട് കൊടുത്ത് ജയിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് NSSനെയും SNDPയെയും കൂട്ടിയോജിപ്പിക്കുന്ന ഒരു വലിയ ഒരു തന്ത്രം പോലെ വലിയ ഒരു കൂട്ടായ്മയാണ് ഈ ചങ്ങനാശ്ശേരിയിൽ നടന്നിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ക്രിസ്ത്യൻ വിഭാഗത്തിലായ കാസയുടെ ഒരു ഒത്തിരിപ്പുണ്ട്. അതേപോലെ തന്നെ ഈ ചങ്ങനാശ്ശേരി മണ്ഡലത്തിന്റെ നിരവധി ഭാഗങ്ങളിലെല്ലാം രാധാകൃഷ്ണ മേനോനിന് നല്ല പിന്തുണയാണ് നമുക്ക് കിട്ടുന്നതായിട്ട് അറിയുന്നത്. എന്തായാലും ഇതിന്റെ അന്തിമ ഫലം, ഇതിന്റെ റിസൾട്ട് വരുമ്പോൾ മാത്രമാണ് ആരാണ് ഇവിടെ വെന്നിക്കൊടി പാലിച്ചതെന്ന് നമുക്കറിയാൻ കഴിയൂ. LDF ആണോ UDF ആണോ അതോ NDA ആണോ? പക്ഷെ ഇപ്പോഴത്തെ നമ്മളുടെ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സന്ദർശിച്ചപ്പോൾ ഓരോ മേഖലയിലും അറിയാൻ കഴിഞ്ഞത് രാധാകൃഷ്ണ മേനോന് തന്നെയാണ് മുൻതൂക്കം. ഒരു മാറ്റം വരണം, മാറ്റം വരാൻ ആഗ്രഹിക്കുന്നു. ഈ മാറ്റം എന്തിനാണെന്നുള്ളതാണ്, അല്ല ആരാണ് മാറുന്നത്? ഇവിടെ മാറി മാറി വന്നിട്ടുള്ളത് LDFും UDFുമാണ്. ഇനിയൊരു മാറ്റം വരണം എന്ന് പറയുന്നത് NDAക്കാണോ? ഈ മാറാത്തത് മാറും എന്ന് പറഞ്ഞതുപോലെ NDAയുടെ ഭരണമാണോ ഇനി വരേണ്ടത്? അതാണോ അവർ പറയുന്നതിൻ്റെ ഒരു മാറ്റം? എന്തായാലും നമ്മൾ മണ്ഡലത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ ചെന്നപ്പോൾ രാധാകൃഷ്ണ മേനോൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് അവിടെ പാർട്ടിയുടെ ലേബൽ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ ചങ്ങനാശ്ശേരി മണ്ഡലത്തിലെ ചിത്രങ്ങൾ മാറിയിരിക്കുകയാണ്. എല്ലാ മന്നത്ത് പത്മനാഭന്റെ നാട്ടിൽ ശ്രീ സുകുമാരൻ നായർ ഉൾപ്പെടെ നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് മനസ്സുകൊണ്ടും നമ്മൾ പിന്തുണയാണ്, എല്ലായിടവും സമദൂരം ആണ് എങ്കിൽ പോലും ഈ ചങ്ങനാശ്ശേരിയിൽ ഒരു മാറ്റം ഉണ്ടാകും. എന്ത് സമദൂരമായാലും NDAക്ക് അതൊരു മാറ്റം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ NSSന്റെ ആസ്ഥാനത്ത് വന്ന് അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിനോടൊപ്പം സംസാരിച്ചപ്പോഴും ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതാണ്. അദ്ദേഹം ഈ പ്രാവശ്യം ഒരു മാധ്യമങ്ങളോടും പ്രതികരണം നടത്തുന്നില്ല. ഞാൻ ഈ പ്രാവശ്യം രാഷ്ട്രീയമായിട്ട് ഒരു കാര്യവും നടത്തുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഈ പ്രാവശ്യം ചങ്ങനാശ്ശേരിയിൽ കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. കടുത്ത പോരാട്ടം എന്നല്ല, അതൊരു വിജയ പ്രതീക്ഷയോട് കൊണ്ടാണ് രാധാകൃഷ്ണ മേനോന്റെ മുന്നോട്ടുള്ള ഓരോ ദിവസത്തെ ചൂടുവെപ്പും ഓരോ ജനങ്ങളെയും കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ്. പക്ഷേ നമുക്ക് മനസ്സിലാക്കിയ കാര്യം എന്തായാലും ഒരു ചരിത്ര സംഭവം തന്നെ. ഒരു പ്രാവശ്യം മാത്രമാണ് ഇവിടെ ക്രൈസ്തവരല്ലാത്ത ഒരു വ്യക്തി ജയിച്ചിട്ടുള്ളത്. അതേ ചരിത്രം വീണ്ടും ആവർത്തിക്കും. അത്തരത്തിലൊരു ക്രൈസ്തവ വിഭാഗത്തിലല്ലാത്ത ഒരു വ്യക്തി ജയിക്കുമെങ്കിൽ അത് ആ തുടക്കം ഒരിക്കൽ ജയിച്ചെങ്കിൽ അടുത്ത മാറ്റം ശ്രീ രാധാകൃഷ്ണ മേനോനിൽ കൂടെ ആയിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കർമ്മ ന്യൂസ്, രാമഭദ്രൻ.